ഇന്ന് നല്ലൊരു ടേസ്റ്റി മാഹി സ്റ്റൈൽ കിഴി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഞാനല്ലേ ഉണ്ടാക്കുന്നത്, അമ്മയാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ കോഴിയിറച്ചി നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചു. ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും കോഴിയിറച്ചിയിൽ മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ച് വെക്കണം. അതിനായിട്ട് 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെക്കുക. ഇറച്ചിയിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, പെരുംജീരകം, സാജീരകം, കുരുമുളക് പൊടി എന്നിവയെല്ലാം ഇട്ട് നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പോഴേക്കും ബിരിയാണീൻ്റെ മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മുറിച്ച് വെക്കാം. ഏകദേശം ഒരു 4 ആൾക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളുടെ അളവെല്ലാം നിങ്ങൾ അതിനനുസരിച്ചിട്ട് തന്നെ അങ്ങ് മുറിച്ച് വെച്ചാൽ മതി. ആദ്യം തന്നെ ഉള്ളി നീളത്തിൽ മുറിച്ച് വെച്ചത്, അതിപ്പം നമ്മൾ മസാലക്കും വേണം, അതുപോലെ തന്നെ റൈസിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ പൊരിച്ചിടാനും വേണം. അതുപോലെ തന്നെ തക്കാളി വേണം, മല്ലിച്ചപ്പ് വേണം, പുതിനയില വേണം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് വേണം, തൈര് വേണം കുറച്ച്, അതുപോലെ തന്നെ സാജീരകം, ഗരം മസാലപ്പൊടി. ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഒരുക്കി വെക്കുക. എന്നാലേ നമുക്ക് സമാധാനത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ എങ്ങോട്ടെല്ലാം ബിരിയാണി ഉണ്ടാക്കുന്നത് കൈമ റൈസും ഉണ്ട്. അപ്പം മസാല ഉണ്ടാക്കുന്നതിന് മുൻപേ തന്നെ റൈസ് നല്ല പോലെ കഴുകിയിട്ട് വാർത്തി വെക്കുക. അപ്പം നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയെല്ലാം തുടങ്ങിയാലോ. ചീനച്ചട്ടി വെച്ച് അതിൽ നല്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് ഉള്ളി ഇട്ടിട്ട് അങ്ങ് വറുത്തെടുക്കുക. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മൾ എണ്ണയിലിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുത്തിട്ട് കോരി വെക്കുക. ഇനിയാണ് ശരിക്കും ബിരിയാണിക്ക് വേണ്ടുന്ന മസാലേൻ്റെ പണി തുടങ്ങാൻ പോകുന്നത്. മുറിച്ച് വെച്ച ഉള്ളി എണ്ണയിലിട്ട് വഴറ്റുക. ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ആദ്യം തന്നെ കുറച്ചിടുക. ചതച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ മുറിച്ച് വെച്ച തക്കാളി ഇട്ട് നല്ല പോലെ മിക്സാക്കുക. ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും സാജീരകവും ഇടുക. ശേഷം മല്ലിച്ചപ്പും പുതിനയിലും ഇടുക. എല്ലാം ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച് ഇറച്ചിയും കൂടി ഇടുക. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കണം. പിന്നെ ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇടാം. മസാല ഒന്ന് തിളച്ച് വന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ച്, എടാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയാൻ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ സാജീരകത്തിന് കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അങ്ങനെ അമ്മ രണ്ടാമതും കുറച്ചും കൂടെ സാജീരകം ഇട്ട് എന്നിട്ട് അതിൻ്റെ മേലെ മല്ലിച്ചപ്പും അങ്ങ് വെതറി. അങ്ങനെ മസാല സെറ്റായി. ഇനിയാണ് ചോറിൻ്റെ പണി. നേരത്തെ പറഞ്ഞതിലൊരു കാര്യം മാറിപ്പോയിട്ടുണ്ട്. ഇത്രയും നേരം അരി കുതിരാൻ വെച്ചതാണ്, എന്നിട്ട് അരി അങ്ങ് വാർത്തു വെച്ച്. ചോറുണ്ടാക്കാനുള്ള ചെമ്പൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ നെയ്യും സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്കായ എന്നിവയും കൂടെ ഇടണം. ചോറ് വേവാനുള്ള വെള്ളം ചെമ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം വാർത്ത് വെച്ച അരിയും കൂടി ഇട്ട് മൂടി വെച്ച് വേവിക്കുക. ഇതിലേക്ക് മല്ലിച്ചപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം വെള്ളം നല്ല പോലെ തിളച്ച് വരുമ്പോൾ വാർത്ത് വെച്ച അരി ഇതിലേക്ക് ഇടുക. ചോറ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ചെറുനാരങ്ങാ നീര് അതിലേക്ക് ഒഴിക്കുക. ചോറൊന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് കിഴി കെട്ടാനുള്ള ഇല പറിക്കാനായിട്ട് ഞാൻ അപ്പുറത്തയ്യത്തോട്ട് പോയി. ആ പറമ്പിൽ വലിയ ഉടുമ്പും മുള്ളം പന്നിയിലുള്ളത് കൊണ്ട് ഞാൻ പറമ്പിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. എൻ്റെ വീട്ടിൻ്റെ മതിൽപ്പുറത്ത് തന്നെ നിന്നിട്ടാണ് ഞാൻ ഇല മുറിച്ചത്. ഇല കഴുകി വാട്ടിയതിന് ശേഷം കിഴി വെക്കാനുള്ള പരിപാടി തുടങ്ങി.
കിഴി ഉണ്ടാക്കുന്ന പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുഴിഞ്ഞ പാത്രത്തിൽ വാട്ടി വെച്ച ഇല വെച്ചതിന് ശേഷം കുറച്ച് ചോറ് ആദ്യം ഇടുക, അതിന് ശേഷം മസാല ഇടുക, എന്നിട്ട് പിന്നെയും ചോറ് ഇടുക, എന്നിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയെല്ലാം ഇടണം. വാഴനാര് കൊണ്ട് വേണം കിഴി കെട്ടാൻ. അതിനുശേഷം ഈ കിഴിയെടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് നല്ലപോലെ ആവി കയറ്റുക. ഇനി കിഴി തുറക്കൽ ചടങ്ങാണ് മക്കളെ. നല്ല അടിപൊളി മണം ഇത് തുറക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടും ഉണ്ട്. അയ്യവ, കാണാൻ തന്നെ എന്താ ഭംഗി. ബിരിയാണി കഴിക്കുമ്പോൾ പിന്നെ കുറച്ച് നിയമങ്ങളെല്ലാം ഉണ്ടല്ലോ. കച്ചമ്പറും അച്ചാറും പപ്പടവും എല്ലാം കൂട്ടി അങ്ങൊരു പിടി പിടിച്ച്. ഇതുപോലൊരു ബിരിയാണി എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ.